നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് മോഹൻലാൽ. ഈ അടുത്ത കാലത്ത് മോഹൻലാലിനൊരു അമ്പിളി പറ്റി. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കണ്ടും മിണ്ടിയും പ്രോഗ്രാം. സംഗതി അഭിമുഖമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു നല്ല മനസ്സ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് നമ്മുടെ മഹാനടനായ മോഹൻലാലിനെ കൂട്ടുപിടിച്ചത്. എന്നാൽ ഇപ്പോൾ അതിന് ചെലവായ പണത്തിൻ്റെ കണക്ക് കേട്ട് തലയിൽ കൈവയ്ക്കുകയാണ് മലയാളികൾ. 11,21,000 രൂപ. ഇത്രയും തുക ഖജനാവിൽ നിന്ന് പൊട്ടിച്ചാണ് മോഹൻലാലുമായി 2 ദിവസം അഭിമുഖം റെക്കോർഡ് ചെയ്തത്. 11,21,000 രൂപ ഇത് ഷൂട്ട് ചെയ്യാൻ മാത്രം. പിന്നീട് ചാനലുകൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബിയിലൂടെ ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ സർക്കാർ വാരി വിതറുന്നത്. അതുകൊണ്ടാണ് കാര്യമായ ഭരണവിരുദ്ധ വാർത്തകളൊന്നും ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാത്തത്. ഒരൊറ്റ അഴിമതി ആരോപണങ്ങൾ പോലും ഇപ്പോൾ ഗതി പിടിക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ കെട്ടകാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം വേണമെന്നാണ് മാധ്യമ മുതലാളിമാർ രഹസ്യമായി പറയുന്നത്. തിരുവല്ല സ്വദേശിയായ റിജോ വള്ളംകുളം നൽകിയ ഒരു വിവരാവകാശ അപേക്ഷ. ഈ അപേക്ഷയിന്മേൽ കിട്ടിയ മറുപടിയിലാണ് ഇരുവർ എന്നും കണ്ടുമിണ്ടി പ്രോഗ്രാമിന് 11,21,000 രൂപ ചെലവിട്ടു എന്ന് പുറത്തു വരുന്നത്. ഇൻഫർമേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. സർക്കാർ ഫണ്ടാണ് ഇതിന് വിനിയോഗിച്ചതെന്ന് വ്യക്തം. എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇത്രയധികം രൂപ ഖജനാവിൽ നിന്ന് ചെലവിട്ടത്? പിന്നീട് കോടികൾ ഇത് ചാനലുകളിലൊക്കെ സംപ്രേഷണം ചെയ്യാൻ. ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു നേരത്തെ സർക്കാർ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് 2 ദിവസമെടുത്തായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം റെക്കോർഡ് ചെയ്ത അന്ന് മുതൽ മോഹൻലാലിൻ്റെ കഷ്ടകാലമാണ്. ഇപ്പോഴിതാ ഗതികെട്ട് മോഹൻലാൽ കോടതിയെ സമീപിച്ചിരിക്കുന്നു. തൻ്റെ AI നിർമ്മിത വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി എന്നാണ് മോഹൻലാൽ പറയുന്നത്. ക്ലൗണിങ്ങിലൂടെ തൻ്റെ സൗണ്ടും ഈ വീഡിയോകളിൽ അവതരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല മറ്റ് പ്രതിപക്ഷ നേതാക്കളെ അടക്കം പുകഴ്ത്തുന്ന മോഹൻലാലിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇടതുപക്ഷത്തിനെതിരെ മോഹൻലാൽ സംസാരിക്കുന്ന വീഡിയോകളും വൈറലാകുന്നുണ്ട്. മോഹൻലാൽ അടപടലം പെട്ട പരുവത്തിൽ. അന്ന് പിണറായി വിജയനെ മോഹൻലാലിൻ്റെ മുന്നിലിരുത്തി ഒരു അഭിമുഖം റെക്കോർഡ് ചെയ്തതിന് പിന്നിൽ സംവിധായകൻ TK രാജീവ് കുമാർ. വലിയ ആസൂത്രണമൊക്കെ ഇതിന് പിന്നിൽ നടന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല വ്യക്തിപരമായ വിശേഷങ്ങളും അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ അഭിമുഖത്തിൻ്റെ ടീസറുകൾ ആദ്യം ചാനലുകൾക്ക് നൽകി. പിന്നീടാണ് മുഴുവൻ സമയ അഭിമുഖം പുറത്തുവിട്ടത്. ചെറുപ്പത്തിലെ പരോപകാരിയായ പിണറായി വിജയനെക്കുറിച്ചുള്ള വർണ്ണനകൾ. പിന്നീട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ദയാലുവായ പിണറായി വിജയൻ. അങ്ങനെ എത്രയെത്ര മുഖങ്ങളാണ് മോഹൻലാലിന് നൽകിയ അഭിമുഖത്തിലൂടെ പുറം ലോകത്തേക്ക് ഇട്ടുകൊടുത്തത്. ഈ അഭിമുഖത്തിന് പിന്നാലെ പിണറായി വിജയൻ്റെ ചെറ്റത്തരവും എല്ലാറ്റിനുമൊടുവിൽ ഇപ്പോൾ കോതിയിൽ വെച്ച് നടത്തിയ വീട്ടിൽ പോയി പരാമർശവുമൊക്കെ ആകെ അടിമുടി നാണക്കേടാക്കിയിരിക്കുകയാണ് പാർട്ടിക്ക്. മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു. അപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഇത്തരമൊരു ആശയം മോഹൻലാലിനോട് പറഞ്ഞത്. പണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഒരു അഭിമുഖമൊക്കെ നടത്തിയില്ലേ? സമാനമായ രീതിയിൽ എന്നെ കൂടി ഒരു അഭിമുഖം നടത്തണം. ഇത് മോഹൻലാൽ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സംഗതി രാജീവ് കുമാറാണ് മോഹൻലാലിനോട് മുഖ്യമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് എന്നൊക്കെ പകൽ പോലെ വ്യക്തം. പിന്നീട് കുറേ പേർ കയറി അങ്ങ് മേഞ്ഞു. എത്ര രൂപയാണ് 2 ദിവസത്തെ ഷൂട്ടിങ്ങിന് മോഹൻലാൽ മേടിച്ചതെന്നതിൻ്റെ കണക്കുകൾ വ്യക്തതയോടെ ഇപ്പോൾ പുറത്തു വരുന്നില്ല. മോഹൻലാൽ വാങ്ങിയെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ മറവിൽ പലരും പണം എടുത്തുകൊണ്ടുപോയി. മോഹൻലാൽ നടത്തിയ അഭിമുഖത്തിനെതിരെ അന്ന് പ്രതിപക്ഷം കളത്തിലിറങ്ങിയിരുന്നു. PR സ്റ്റണ്ട് മാത്രമെന്നാണ് അന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി ഒരു അഭിമുഖം നടത്തിയത് നമ്മുടെ മോഹൻലാൽ. ഈ അഭിമുഖത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ മോഹൻലാലിൻ്റെ മറ്റ് നിരവധി വീഡിയോകൾ. പലതും ഒറിജിനലല്ല. ഇവിടെ പിണറായി വിജയൻ അടക്കം വെട്ടിലായി. ഒറിജിനലേത് വ്യാജനേത്? ഇപ്പോൾ മോഹൻലാൽ കോടതിയെ സമീപിച്ചതും ഇത്തരം വിഷയങ്ങൾ വളർന്ന് കത്തിയതിന് പിന്നാലെ വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന ആവശ്യവുമായാണ് ഡൽഹി ഹൈക്കോടതിയെ മോഹൻലാൽ സമീപിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച സിനിമാ താരങ്ങളുടെയും പ്രമുഖ വ്യക്തികളുടെയും ഒക്കെ സ്വകാര്യതയ്ക്കും ബ്രാൻഡ് മൂല്യത്തിനും വെല്ലുവിളിയാകുന്നു എന്നാണ് മോഹൻലാലിൻ്റെ പരാതി.
തൻ്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നു. ഇത് തടയണമെന്നാവശ്യപ്പെടുന്ന ഹർജിയാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത്. നേരത്തെ ബോളിവുഡ് നടി സോനാക്ഷി സിൻഹ ഇത്തരമൊരു ഹർജി കോടതിയിൽ നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മോഹൻലാലും നിയമ പോരാട്ടത്തിനിറങ്ങി. നേരത്തെ ഈ ആവശ്യമുന്നയിച്ച് സിനിമ, ക്രിക്കറ്റ് മേഖലയിലെ ചില സെലിബ്രിറ്റികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബോളിവുഡ് താരങ്ങളായ അനിൽ കപൂറും അമിതാഭ് ബച്ചനുമൊക്കെ അഗണത്തിൽപ്പെടും. തങ്ങളുടെ പേര്, ശബ്ദം, ചിത്രങ്ങൾ അടക്കമുള്ളവ അനുമതി കൂടാതെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഈ നടന്മാരുടെയും നടിമാരുടെയും ആവശ്യം. ഒരു വ്യക്തിയുടെ പേര്, ശബ്ദം, രൂപം എന്നിവ ആ വ്യക്തിയുടെ മാത്രം സ്വത്താണ്. അവ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വ്യക്തിയുടെ അനുമതി വേണമെന്നതാണ് പേഴ്സണാലിറ്റി റൈറ്റ്സ് അഥവാ വ്യക്തിത്വ അവകാശങ്ങൾ. ആർക്കും ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോയോ ശബ്ദമോ അവരുടെ വ്യാപാരത്തിനായി വളരെ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയും. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളും അനുമതിയില്ലാത്ത ശബ്ദാനുകരണങ്ങളും താരങ്ങളുടെ കരിയറിനെ തന്നെ ബാധിക്കും. മോഹൻലാലിൻ്റെ ആവശ്യമൊക്കെ ന്യായമാണ്. എന്നാൽ പിണറായി വിജയനെ അഭിമുഖം ചെയ്ത് ആകെ കേരളത്തിൽ ചള്ളവളമായി മോഹൻലാലിൻ്റെ ഇമേജ്. ഒരു കൂട്ടർ ആ വീഡിയോ ഇപ്പോൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു, മറുകൂട്ടർ ട്രോളുമായി ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറ്റത്തരം, വീട്ടിൽ പോയി പറ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ശേഷം പിണറായി വിജയനോട് ചേർന്ന മോഹൻലാലിന് അതിനുശേഷം സിനിമാ മേഖലയിലും കഷ്ടപ്പാടാണ് എന്ന് കേൾക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.